ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. അർദ്ധരാത്രിയിൽ നടുറോഡിൽ മന്ത്രിപുത്രന്റെ ഷോ വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് DV വിനോദ് കൃഷ്ണയും തമ്മിൽ നടുറോഡിൽ തർക്കിച്ചത്. ചവിട്ടി നിർത്തിക്കോ, വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടുപ്പിക്കണ്ട. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. അതൊക്കെ മേലെ നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും വണ്ടി കയറി ക്ലച്ച് അമർത്തി ഗീരിട്ട് പഠിക്കും. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നത്. ഇതിലും വലുതല്ല വരാനുള്ളത് സുനാമിയാ. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? സീരിയസ് ആയിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. അത് നീ താങ്ങില്ല. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഇനി ഇവിടെ കിടന്ന് ഷോ കാണിച്ച ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കോ, എല്ലാത്തിനും ഞാൻ ചപ്പളാൻ തരും. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് നടുറോഡിൽ തർക്കിച്ച സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ചു. കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷിയുമായാണ് തർക്കമുണ്ടായത്. അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. ആരായാലും സത്യം ഞാൻ മുഖത്ത് നോക്കി പറയും, അതിനെനിക്കൊരു മടിയില്ല. അദ്ദേഹം ലൈൻ മാറി എന്നത് പറഞ്ഞാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ്. താൻ യു ടേൺ എടുക്കുകയായിരുന്നു, അപ്പോഴുണ്ടായ സംശയമാകാൻ കാരണമെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ.